നമസ്കാരം. ഞാൻ ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതൊരു പോർട്ടബിൾ മോണിറ്റർ ആണ്. ആർസോപ്പ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പോർട്ടബിൾ മോണിറ്റർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഈ പോർട്ടബിൾ മോണിറ്റർ, എന്തിനാണ് ഈ പോർട്ടബിൾ മോണിറ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഫുൾ സൈസ് മോണിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് ഒരു മോണിറ്ററും അതിനിടയിൽ ഒരു സ്റ്റാൻഡും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഫുൾ സൈസ് മോണിറ്റർ. പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ പോർട്ടബിൾ മോണിറ്റർ വാങ്ങുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് വളരെ കുറവാണ്, സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എവിടെ വേണമെന്നുണ്ടെങ്കിലും ബാഗിൽ ഇട്ടുകൊണ്ട് ഇത് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഇത് ഉപയോഗിക്കാനും സാധിക്കും. അങ്ങനെയുള്ള കുറെ പ്രയോജനങ്ങൾ ഈ പോർട്ടബിൾ മോണിറ്ററിനുണ്ട്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇങ്ങനൊരു ബോക്സിലാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്തത്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ആർസോപ്പ എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബോക്സിന്റെ ബാക്ക് സൈഡിൽ പ്രൊഡക്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ടൈം കസ്റ്റമർ സപ്പോർട്ട് കിട്ടും. അതേപോലെ 30 ഡേയ്സിന്റെ റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഗ്യാരണ്ടി ഉണ്ട്. 12 മന്ത് വാറന്റി ഉണ്ട്. പിന്നെ 16.1 ഇഞ്ചിന്റെ ഫുൾ HD പോർട്ടബിൾ മോണിറ്റർ ആണെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ തിരിച്ച് ആ ബോക്സിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മോണിറ്റർ. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. മോണിറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി എന്തൊക്കെ അക്സസറീസ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇതിൽ 3 ടൈപ്പിലുള്ള കേബിൾസ് ലഭിക്കുന്നുണ്ട്. ഒന്ന് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ആണ്, മറ്റൊരെണ്ണം ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ ആണ്, പിന്നെ ഒരു മിനി HDMI ടു HDMI കേബിളുമാണ് ഇതിനൊപ്പം ലഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം ഒരു വാറന്റി കാർഡ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂസർ മാനുവലും ബോക്സിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെളിയിലെടുക്കാം. ഇതാണ് നമ്മുടെ മോണിറ്റർ. നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ള നല്ല കിടിലൻ ലുക്കുള്ളൊരു മോണിറ്ററാണിത്. 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും അൾട്രാ വൈഡ് വ്യൂയിങ് ആംഗിളും ഉണ്ട്. അതേപോലെ തന്നെ HDR ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫുൾ HD ആണ്. ടൈപ്പ് സി പോർട്ടും HDMI പോർട്ടും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് 9.3 mm ആണ്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോണിന്റെ തിക്നെസ് മാത്രമേ ഇത്രയും വലിയൊരു മോണിറ്ററിനുള്ളൂ. ഇതിന്റെ ബോർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു 4 mm ബോർഡർ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. മോണിറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പോർട്ടുകളും സ്വിച്ചസും നൽകിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് 2 ടൈപ്പ് സി പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ടൊരു മൈക്രോ HDMI പോർട്ടും കാണാൻ സാധിക്കും. ഇനി മോണിറ്ററിലേക്ക് പവർ എത്തിക്കാനായിട്ട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. ഇനി ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും മുകളിലായിട്ട് പവർ ബട്ടൺ കാണാൻ സാധിക്കും. പവർ ബട്ടണിൽ തന്നെയാണ് ബാക്ക് ബട്ടൺ നൽകിയിട്ടുള്ളത്. അതിന് താഴെയായിട്ട് വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, അതിന് താഴെയായിട്ട് OSD ബട്ടൺ, മെനു ബട്ടൺ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറെ അധികം കാര്യങ്ങൾ ഈ മോണിറ്ററിന്റെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ മോണിറ്ററിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സെറ്റിംഗ്സുകളും ഈ ഒരു ബട്ടന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ 2 സൈഡിലായിട്ട് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് സ്പീക്കറുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി മെറ്റൽ ബോഡിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റൊരു കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാൻഡ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഒരു സ്റ്റാൻഡ് ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷെങ്കിൽ ഈ സ്റ്റാൻഡ് ഇതേപോലെ നമുക്ക് വെളിയിലൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ് ടു 80 ഡിഗ്രി ആംഗിൾ വരെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16.1 ഇഞ്ചിന്റെ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ മോണിറ്ററിന്റെ കളർ അക്യുറസി എനിക്ക് വളരെ അമേസിംഗ് ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 8 ബിറ്റ് കളർ ഡെപ്ത് ആണ് നൽകിയിട്ടുള്ളത്. 16.7 മില്യൺ കളേഴ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 106% sRGB കളേഴ്സിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് അത്രയും വൈബ്രന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്റെ ലാപ്ടോപ്പ് ഞാൻ പോർട്ടബിൾ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഒരു കളർ അക്യുറസി, കളർ വൈബ്രൻസ് ഏത് രീതിയിലാണ് ഈ പോർട്ടബിൾ മോണിറ്ററിലേക്ക് വരുമ്പോൾ ചേഞ്ച് ആയിട്ടുള്ളതെന്ന്. ഞാൻ പോർട്ടബിൾ മോണിറ്റർ വാങ്ങുന്നത് വരെ ലാപ്ടോപ്പ് ഡിസ്പ്ലേ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് വാങ്ങിയതിന് ശേഷം ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടേ ഇല്ല. എഡിറ്റ് ചെയ്യുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും ഒക്കെ തന്നെ ഞാൻ ഈ ഒരു ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഹൈ റീഫ്രഷ് റേറ്റിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണുള്ളത്. ഇതല്ലാതെ ഇതിനൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മോണിറ്റർ ഇതേ കമ്പനിയുടെ തന്നെ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 60 or 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ്. പ്രൈസിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പം ഇത് തന്നെയാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മോണിറ്റർ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൽ HDR10+ സപ്പോർട്ടഡ് ആണ്. ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. അതേപോലെ തന്നെ OTTയിലൊക്കെ കുറെ മൂവീസും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ സൈഡ് ബൈ സൈഡ് കാണാൻ സാധിക്കും ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഇനി ഇതിന്റെ സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ കളർ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇതിലുണ്ട്. പിന്നെ HDRന്റെ സെറ്റിംഗ്സ് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പറ്റും. അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ HDR
ഇതിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ ഇതിന്റെ വ്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടലിൽ നിന്ന് വെർട്ടിക്കലിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു പോർട്ടബിൾ മോണിറ്ററിൽ സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെ ഡിവൈസിൽ ഈ ഒരു പോർട്ടബിൾ മോണിറ്റർ യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിവൈസുകളിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പില്, PC-ല്, PS5-ല്, മാക്ബുക്കില്, ഐപാഡില്, മൊബൈൽ ഫോണില് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടബിൾ മോണിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ USB കണക്ടിവിറ്റി ഉണ്ട്, അതേപോലെ HDMI കണക്ടിവിറ്റി ഉണ്ട്. USB നമുക്ക് Type-C to Type-C ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ Type-C ഉള്ളതുകൊണ്ട് Type-C to Type-C ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിലൊരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പോർട്ടബിൾ മോണിറ്റർ വെക്കുന്നത്, എന്താണ് ഇതിന്റെ ആവശ്യമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ 60 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മോണിറ്ററിൽ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ഹൈ റീഫ്രഷ് റേറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഈ മോണിറ്റർ കണക്ട് ചെയ്തിട്ട് ഹൈ റീഫ്രഷ് റേറ്റ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റിൽ നമുക്ക് ഈ ഒരു മോണിറ്റർ, പോർട്ടബിൾ മോണിറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്ന് മിക്ക ആളുകളും സെക്കൻഡ് മോണിറ്റർ ആയിട്ടും തേർഡ് മോണിറ്റർ ആയിട്ടും ഒക്കെ പോർട്ടബിൾ മോണിറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് തന്നെയാണ്. വളരെ തിൻ ആയിട്ടുള്ള, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, വളരെ ചെറിയ സൈസിലുള്ള മോണിറ്ററാണ്. നമ്മുടെ ടേബിളിൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ശല്യമാകത്തില്ല. ഇത്ര 2-3 മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, നമുക്ക് ഏത് രീതിയിലുള്ള വർക്കും ഇതിൽ ചെയ്യാൻ സാധിക്കും. ട്രേഡിംഗ് ചെയ്യണോ, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യണോ, ഗെയിമിംഗ് ചെയ്യണോ, എഡിറ്റിംഗ് ചെയ്യണോ, അങ്ങനെയുള്ള എല്ലാ വർക്കുകളും വളരെ അനായാസം നമുക്ക് ഈ മോണിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് ഏകദേശം 15,999 രൂപ സംതിങ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കൂപ്പൺ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു മോണിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പേഴ്സണലി ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിന്റെ മോണിറ്ററിനേക്കാൾ എനിക്ക് ഫാർ ബെറ്റർ ആയിട്ട് തോന്നി. ഞാൻ ഇതിലാണ് ഇപ്പം ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നത്. നിങ്ങളൊരു സെക്കൻഡ് മോണിറ്ററോ തേർഡ് മോണിറ്ററോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും ഈ പോർട്ടബിൾ മോണിറ്റർ. അർസോപ്പ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഫോണിന്റെ അത്രയും തിക്നെസ് ഇതിനുള്ളൂ. നോക്കി, ഇത്ര സ്ലിം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ താഴെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ 2 ചെറിയ റബ്ബർ സ്റ്റാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലിപ്പായിട്ട് നിരങ്ങി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ റബ്ബർ സ്റ്റാൻഡ് കൊടുത്തത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി, നല്ല അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെയുള്ള ഒരു മോണിറ്റർ ആണിത്. അപ്പൊ താല്പര്യമുള്ളവർക്കും ആവശ്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഫോളോ ചെയ്തിട്ട് ഇത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതേപോലെയുള്ള പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് എസ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേപോലെയുള്ള പുതിയ പുതിയ യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആ വീഡിയോകളാക്കി കൊണ്ടിരുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, മറന്നു പോകരുത്. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റുകളായിട്ട് അടിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഒരുപാട് പുതിയ പുതിയ കണ്ടന്റുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കും. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.